നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹാലിലെ പാട്ട് പാടുവാൻ വേണ്ടിയിട്ട് സിസ്റ്റർ ഐവി ചെറിയാൻ നമ്മുടെ കൂടെ ലൈനിലുണ്ടല്ലോ. ഈ സമയത്ത് പാട്ട് പാടാൻ വേണ്ടിയിട്ട് സിസ്റ്ററിന്റെ അടുത്ത് അപേക്ഷിച്ചു കൊള്ളുന്നു. സിസ്റ്റർ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനാവൻ, സ്തുത്യനാം മന്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനാവൻ, സ്തുത്യനാം മന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആമേൻ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഐവി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു പാട്ടാണ്. ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ മതിയായവൻ. ഈ മരുഭൂ പ്രയാണം, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അനേക പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയും വരുമ്പോൾ ദൈവമക്കളായ നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം, അനുദിനവും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മളെ നടത്തിയിട്ടുള്ള വഴികളും വിധങ്ങളും, ഹല്ലേലൂയ, സാക്ഷികളുടെ ഒരു വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റിലും ഉള്ളതും കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മളെ നടത്തിയിട്ടുള്ള പ്രകാരമാണെന്ന് ഓർത്തുകൊണ്ട് വീണ്ടും, ഹല്ലേലൂയ, just like how David encouraged himself in the Lord, hallelujah, സ്തോത്രം, എപ്രകാരം തന്നെത്താനെ എൻകറേജ് ചെയ്തു അപ്രകാരം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം നമ്മളെ മുൻപോട്ട് നടത്തുവാൻ മതിയായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്. Our God is the same yesterday, hallelujah,
ഇന്നലെയും ഇന്നും എന്നും മാറാത്ത ദൈവം ഹല്ലേലൂയ നമ്മളോട് കൂടെ ഉള്ളല്ലോ. ആകയാൽ ആ വിശ്വസ്തനായ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. സിസ്റ്റർ ഐവിയെയും കുടുംബത്തെയും ബ്രദർ ക്രിസ്റ്റോനെയും താരമാരോട് 2 കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഐവി. തുടർന്ന് ഇന്ന് രാത്രികാലം വൈകുന്നേരം സംസാരിക്കുന്നത് നമ്മുടെ പാസ്റ്റർ ആണല്ലോ, ഹല്ലേലൂയ, പാസ്റ്റർ ജോൺ വർഗീസ് ആണല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാസ്റ്റർ കൂടെ സംസാരിക്കാൻ, നമ്മൾ കേൾക്കുവാൻ ഒരുക്കത്തോടായിരിക്കാൻ. മേ ദി ലോർഡ് ബ്ലെസ് us. പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിന്റെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ അല്പസമയം ദൈവവചന വിചിന്തനത്തിനായിട്ട് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള 8 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കണം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചൊല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടത്താനായി എന്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പീൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിത്തീർന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ ഈ വേദവാക്യവും ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളും 6-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളും ഒക്കെ ഇന്ന് രാവിലെ വായിച്ച ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം എനിക്കിടയായി. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയും 7-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് രാവിലെ എന്നെ വളരെയധികം ദൈവസന്നിധിയിൽ കുളിർമയുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായത്. 7-ാം അധ്യായത്തിന്റെ 6 മുതൽ ഉള്ളതായ വേദഭാഗം കൂടെ ഞാൻ വായിക്കട്ടെ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായി ഇരിക്കേണ്ടതിന് നിന്നെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമവീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നതായ സന്ദർഭത്തിൽ 3 പ്രാവശ്യമാണ് ശ്രേഷ്ഠ ജാതി. തിരുവചനത്തിൽ അനേക സന്ദർഭങ്ങളിൽ കർത്താവ് ഇസ്രായേൽ മക്കളെ, ദൈവമക്കളെ ശ്രേഷ്ഠ ജാതി എന്നൊക്കെയും പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ദൈവസഭയെ പിക്യൂലിയർ പീപ്പിൾ എന്നൊക്കെയും പ്രത്യേക ജനം എന്നൊക്കെയും പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 2 വാക്യങ്ങളിൽ 3 തവണയാണ് 6-ാം വാക്യത്തിൽ, 7-ാം വാക്യത്തിൽ, 8-ാം വാക്യത്തിൽ ഈ 3 തവണയാണ് ഓരോ വാക്യങ്ങളിലും ഇസ്രായേൽ മക്കളുടെ 2ാം തലമുറയോട് പറയുകയാണ്, നിങ്ങൾ ശ്രേഷ്ഠ ജാതിയാണ്.
ഒന്നാമതായി ഇസ്രായേൽ മക്കൾ ശ്രേഷ്ഠ ജാതിയായിരിക്കുന്നത് അവൾ 6-ാം വാക്യത്തിൽ അവർ ജ്ഞാനവും വിവേകവുമുള്ളവരായതുകൊണ്ടാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. നാം ദൈവസന്നിധിയിൽ എങ്ങനെ ശ്രേഷ്ഠരായി തീരും? ദൈവികമായ ജ്ഞാനത്താലും ദൈവികമായ വിവേകത്താലും ഈ ലോകം നമ്മെ ഹല്ലേലൂയ സ്തോത്രം ശ്രേഷ്ഠ ജാതി, ഒരു പ്രത്യേക ജനം, ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമെന്നൊക്കെയും പറയും. എന്നാൽ അതിനുള്ള അവസരം നാം ഉണ്ടാക്കണം. പലപ്പോഴും ഈ ലോകത്തോടെ പറ്റിച്ചേർന്ന് ലോക ഇമ്പങ്ങളിൽ നാം ചേർന്നിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അകന്നു പോകുന്നതിനാൽ നമ്മെ ഒരു ശ്രേഷ്ഠ ജാതിയായിട്ട് ലോകക്കാർ കാണുന്നില്ല. ദൈവം നമ്മെ ഒരു ശ്രേഷ്ഠ ജാതിയായിട്ട് വിളിച്ചിരിക്കുന്നു. ആ വിളി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുമ്പോൾ മാത്രമേ ഇവിടെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജാതികൾ നമ്മെ ശ്രേഷ്ഠ ജാതി എന്ന് പറയുകയും നമ്മോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. ജ്ഞാനവും വിവേകവുമുള്ള മക്കളാണ് ദൈവമക്കൾ. നമുക്ക് ജ്ഞാനവും വിവേകവും എങ്ങനെയാണ് ലഭിക്കുന്നത്? ഈ 6-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അത് ഞാൻ രണ്ടാമതായിട്ട് ശ്രേഷ്ഠ ജാതി എന്ന് പറയുന്നത് കൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. എന്നാൽ ജ്ഞാനവും വിവേകവും ലഭിക്കുന്നതിനെ പറ്റി വളരെ വ്യക്തമായി നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ യിശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പ്രത്യേകം പറയുന്നത് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകത്താൽ ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്, അങ്ങനെ ആത്മനിറവിനാൽ ദൈവം നമ്മെ ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നമ്മുടെ ഇടയിൽ ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവവചന ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നാം ശ്രേഷ്ഠ ജാതിയായി മാറ്റപ്പെടും. 6-ാം വാക്യം ഹല്ലേലൂയ സ്തോത്രം ജാതികളാണ് പറയുന്നത്. ഇതൊരു ശ്രേഷ്ഠ ജാതിയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം സംഖ്യാപുസ്തകത്തില് ബിലെയാം പറയുകയാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല, രാജകോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവം അവരുടെ മധ്യത്തിൽ വസിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമതായിട്ട് ഹല്ലേലൂയ സ്തോത്രം 7-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ദൈവമായ യഹോവയോടെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവന് നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതിയേതുള്ളൂ. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് അടുത്തു വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും അടുത്തു വരുമെന്നാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ഏക ഉദ്ദേശം കർത്താവിനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു 3-ാം അധ്യായത്തിലാണ് അപ്പോസ്തലന്മാരെ പേർ ചൊല്ലി വിളിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഒരു രാത്രി മുഴുവൻ മലമേൽ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് ഇറങ്ങി വന്നിട്ട് ഓരോ അപ്പോസ്തലന്മാരെയും ഹല്ലേലൂയ പേർ ചൊല്ലി വിളിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്ന ദൂതെ ഹല്ലേലൂയ സ്തോത്രം എന്നോട് കൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിലൊന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്നോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 7-ാം വാക്യത്തിൽ പറയുന്നത് ഹല്ലേലൂയ നാം കർത്താവ് നമ്മോട് അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവമായ യഹോവയോടെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം എന്തായി?
രണ്ടാമത് പറയുകയാണ് നാം ശ്രേഷ്ഠ ജാതിയായി. നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസിലല്ല. നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഏതോ ഇൻഫ്ലുവൻസിലല്ല. നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളിലും പ്രതാപങ്ങളിലുമല്ല. നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവത്തോടടുത്തിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം ഇസ്രായേൽ മക്കളിൽ നിന്നും അകലുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. വലിയ കലഹമുണ്ടാകുന്നു. 13-ാം അധ്യായത്തിൽ 12 സ്പൈസിനെ അയക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. അവർക്ക് മടങ്ങി വന്നു. കാലേബും യോശുവയും ഒഴിച്ച് ബാക്കി 10 പേരും അവിടെ അനാക്യ മല്ലന്മാരെ കണ്ടു. അത് പിടിച്ചടക്കുവാൻ ഒത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ വലിയ കലഹമുണ്ടാക്കുകയും അത് മുഖാന്തരം 40 വർഷമാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ ചുറ്റി സഞ്ചരിക്കേണ്ടത് വന്നത്. അവിടെ മുതൽ നാം വായിക്കുമ്പോൾ പ്രത്യേകം പറയുന്നു, കർത്താവ് ഇസ്രായേൽ മക്കളോട് അകന്നിരുന്നു എന്നാണ്. ഞാൻ നിങ്ങളോട് കൂടെയില്ല, കർത്താവ് അകന്നു മാറി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 3 സ്റ്റെപ്പുകൾ ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ. 1, അടുത്തിരിക്കുക. കർത്താവിനോട് അടുത്തിരിക്കുക. കർത്താവിനോട് അകരുന്നത് എപ്പോഴാണ്? നമുക്ക് വളരെ ഒരു പ്രത്യേക തിയോളജിക്കൽ ക്ലാസ് ഒന്നും അവിടെ ആവശ്യമില്ല. ആദാവും ഹവ്വയും പാപം ചെയ്തപ്പോഴാണ് യഹോവയായ ദൈവം തോട്ടത്തിൽ വന്ന കാലത്ത് കേട്ടപ്പോൾ ഓടി ഒളിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. പാപമാണ്, അവിശ്വാസമാണ് ഒരു ദൈവ പൈതലിനെ, ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൽ നിന്ന് നാം അകലുന്നു, ദൈവം നമ്മളിൽ നിന്നും അകലുന്നത് കാണുവാൻ സാധിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു കാര്യം കാണുവാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക ഹൃദയമൊക്കെ കൊടുത്ത് വലിയ അഭിഷേക തൈലവും ഒക്കെ പ്രാപിച്ചതായ ശൗലിൽ നിന്നും ദൈവം വിട്ടുമാറി. ആദ്യം അകലുന്നു, പിന്നെ വിട്ടുമാറുന്നു. പടിപടിയായിട്ടുള്ള അവസ്ഥ. വിട്ടുമാറി കഴിഞ്ഞപ്പോൾ ശൗലിന്റെ കുടുംബം മുഴുവനും പോർക്കളത്തിൽ പട്ടുപോകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. താൻ തന്നെ വാളയിൽ വീണ് പോർക്കളത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ്. അല്ലെങ്കിൽ തിരുവചനത്തിൽ ആത്മഹത്യ ചെയ്ത ചിലരെയൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ശൗലിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ ദാവീദിനോട് മത്സരിച്ച അഹീതോഫേലിനെ ആത്മഹത്യ ചെയ്തത് കാണുവാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന യേശു തമ്പുരാനെ ഒറ്റിക്കൊടുത്ത യൂദയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുഷ്ടചിന്തകളൊക്കെ കടന്നു വരുന്നത്, പ്രത്യാശയില്ലാത്തവരായി തീരുന്നത്. എന്നാൽ 46-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പം കർത്താവിന് നമ്മളോട് അടുത്തിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 17-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, പ്രത്യേകം പറയുന്നു, ദൂരസ്ഥരായിരുന്ന നാം സമീപസ്ഥരായിരിക്കുന്നതായ യഹൂദന്മാരും ദൂരസ്ഥരായിരിക്കുന്ന ജാതികളും. എന്നിട്ട് ഈ ദൂരസ്ഥരായിരിക്കുന്ന നമ്മെ സമീപസ്ഥരാക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി അവിടുത്തെ തിരുരക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചു. കർത്താവിനോട് പറ്റിയിരിപ്പാൻ തക്കവണ്ണം, സമീപസ്ഥരായിരിക്കുവാൻ തക്കവണ്ണം, കാട്ടൊലിവായിരിക്കുന്ന നമുക്ക് നാട്ടൊലിവിനോട് പറ്റിച്ചേർന്ന് കർത്താവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജാതി, രാജകീയ പുരോഹിത വർഗമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. ഒന്നാമതായി ജാതികൾ പറയുന്നു ഹല്ലേലൂയ, ജ്ഞാനവും വിവേകവും കൊണ്ട് ദൈവമക്കൾ ശ്രേഷ്ഠരാണ്. രണ്ടാമതായി ഇവിടെ ഹല്ലേലൂയ കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഉത്തരം ലഭിക്കുന്നതായ ഏറ്റവും ദൈവത്തോട് അടുത്തിരിക്കുന്നത് കൊണ്ടാണ് നാം ശ്രേഷ്ഠജാതിയായി മാറ്റപ്പെടുന്നത്. നാം ശ്രേഷ്ഠജാതിയായി മാറ്റപ്പെടുന്നത് കർത്താവിനോട് കാലേബിനെ പോലെ പറ്റിയിരിക്കുമ്പോൾ നാം ശ്രേഷ്ഠജാതിയായിരിക്കുന്നു. കർത്താവിനോട് അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി എന്ന് ഇസ്രയേൽ മക്കളെ പല ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലും കാണും, പുതിയ നിയമത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സങ്കീർത്തനം 46 വായിച്ചു. 148 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവമക്കളെ ശ്രേഷ്ഠജാതി എന്ന് പറയുന്നു. ദൈവികമായ ജ്ഞാനത്താൽ നാം നിറയപ്പെട്ടിട്ട് മറ്റുള്ളവരിൽ നിന്നും ഇവരൊരു പ്രത്യേക ജാതിയാണ്, ശ്രേഷ്ഠജാതിയാണെന്നുള്ള സാക്ഷ്യം പ്രാപിക്കണം. രണ്ടാമതായി കർത്താവിനോട് അടുത്തിരുന്നിട്ട് നാം ഒരു ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യം പ്രാപിക്കണം, ശ്രേഷ്ഠജാതിയാകുന്നു എന്ന്. മൂന്നാമതായി 8 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അത് തന്നെയാണ് 6 വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ജ്ഞാനവും വിവേകവും നമുക്ക് ലഭിപ്പാൻ കാരണമായത് ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിലുള്ളതായ തിരുവചനം, 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന തിരുവചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും ഹല്ലേലൂയ ചെയ്യുമ്പോഴാണല്ലോ 1 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ നാം ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നത്. ഹല്ലേലൂയ ദൈവിക പ്രമാണങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് നാം ശ്രേഷ്ഠജാതിയായിരിക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ നോക്കുമ്പോൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളതായ ചിന്താഗതിയാണ്. സൺഡേയിൽ ഒന്ന് വരേണം, ചില മേളങ്ങൾ നടക്കണം, വീട്ടിൽ പോകണം, അപ്പോൾ പിന്നെ ഒരു കുഴപ്പവുമില്ല എന്നുള്ള ചിന്ത. അങ്ങനെയല്ല. നാം കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ ശ്രേഷ്ഠജാതിയാകുന്നു, ജ്ഞാനവും വിവേകവും പ്രാപിക്കുമ്പോൾ ശ്രേഷ്ഠജാതിയാകുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ, ദൈവത്തിന്റെ തിരുവചനം പ്രാപിക്കുന്നത് കൊണ്ട് നാം ശ്രേഷ്ഠജാതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലെ എഫേസ്യ ലേഖനം നാം വായിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ 2:17 പറയുന്നത്, നാം ദൂരസ്ഥരായിരുന്നു, കർത്താവ് നമ്മെ ഹല്ലേലൂയ പുത്രൻ തമ്പുരാന്റെ മരണത്താൽ സമീപസ്ഥരാക്കി ശ്രേഷ്ഠജാതിയാക്കി മാറ്റി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ സ്തോത്രം 11 പേരും കൂടെ 10 പേരും കൂടെ കൂടിക്കൊണ്ട് ജോസഫിനെ വിറ്റത് നമുക്കറിയാം. ജോസഫിനെ വിറ്റിട്ട് ഹല്ലേലൂയ സ്തോത്രം ജോസഫിനെ ദൈവം ഉയർത്തി. അതിനുശേഷം ദേശത്തെ ക്ഷാമമുണ്ടായപ്പോൾ 2ാം പ്രാവശ്യം ജോസഫെ തന്റെ സഹോദരങ്ങൾക്ക് വെളിപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനൊത്തിരി പ്രവചനങ്ങളുണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. 2ാം പ്രാവശ്യമായിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇസ്രയേൽ മക്കൾക്ക് പ്രത്യക്ഷമാകുന്നത്. 1ാം പ്രാവശ്യം സഹോദരങ്ങൾ ചെന്നതായ സന്ദർഭത്തില് പ്രത്യക്ഷപ്പെട്ടില്ല, വെളിപ്പെട്ടില്ല എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 1ാമത് വന്നപ്പോൾ യേശു രക്ഷകൻ മശിഹയാണെന്ന് ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം ഇസ്രയേൽ മക്കളുടെ കണ്ണ് കുരുടായിരുന്നു. ഹല്ലേലൂയ. ജോസഫിന്റെ സഹോദരങ്ങളുടെ കണ്ണ് കുരുടായിരുന്നത് പോലെ. എന്നാൽ 2ാം പ്രാവശ്യം ഹല്ലേലൂയ ജോസഫ് അവർക്ക് പ്രത്യക്ഷമായി
ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ജോസഫ് കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുന്നു, അവര് മാറി നിൽക്കുകയാണ്. ജോസഫാണെന്ന് അറിഞ്ഞപ്പോൾ മാറി നിൽക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ജോസഫ് പറയുകയാണ്, എന്നോടൊന്ന് അടുത്തു വരുവീൻ. സഹോദരങ്ങളെ ചുംബിക്കുന്ന കാണാൻ സാധിക്കുന്നു. പലപ്പോഴും എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ഹല്ലേലൂയ ദുഃഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വായിക്കുന്ന കഥയാണ് ജോസഫിൻ്റെതായിട്ടുള്ള ഹിസ്റ്ററി. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയി, അതുപോലെ തന്നെ രൂത്തിന്റെ പുസ്തകം, എസ്തേറിന്റെ പുസ്തകം ഒക്കെ വായിച്ചു കഴിയുമ്പോൾ എന്റെ അകത്തെ ബലം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ജോസഫ് പറയാണ്, ഇങ്ങോട്ടൊന്ന് അടുത്തു വരുവേൻ. നമ്മുടെ കർത്താവ് വീണ്ടും മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിനെ ഉപേക്ഷിച്ച യഹൂദന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ മഷികയാകുന്നുവെന്നും ഹല്ലേലൂയ സ്തോത്രം കുത്തിയവെങ്കിലേക്ക് അവർ നോക്കും. ഹല്ലേലൂയ സ്തോത്രം. വലിയ മാനസാന്തരം അന്നുണ്ടാകും. ഗോത്രം ഗോത്രമായി കരയും. ഹല്ലേലൂയ കർത്താവിനോട് അടുത്തു വരും. ഹല്ലേലൂയ സ്തോത്രം. ഇതാ തനിച്ചു പാർക്കുന്ന ജനമെന്ന് വീണ്ടും പറയും. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അടുത്തിരിക്കുന്ന ഒരു ജനമായി, കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരു ജനമായി തീരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കുമാറാകട്ടെ. ഇസ്രായേൽ കഠിന പാപം ചെയ്തപ്പോൾ ദൈവം അകന്നുപോയി. നാം പാപത്തിൽ വീഴുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും അകന്നു മാറും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്യായമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും അകന്നു മാറും. നാദാബും അബീഹൂരും ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത ആ ധൂപം കത്തിച്ചപ്പോൾ അവർ പട്ടുപോയി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, എന്റെ അടുത്തേക്ക് വരുന്നതായ സന്ദർഭത്തിൽ ചില പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ ധൂപം കാട്ടി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രമാണപ്രകാരം ധൂപപീഠത്തിന്റെ മറവിൽ വേണം. സ്തുതി സ്തോത്രങ്ങളാണ് കാണിക്കുന്നത്. നാം കർത്താവിലേക്ക് അടുത്തു വരുമ്പോൾ സ്തുതി സ്തോത്രങ്ങളാൽ, ഹൃദയ നുറുക്കങ്ങളാൽ കർത്താവിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നാം ഒരു ശ്രേഷ്ഠ ജാതിയായി മാറ്റപ്പെടും. അടുത്ത തുണയായി കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമതായി ഹല്ലേലൂയ 8-ാം വാക്യത്തിൽ നാം ചിന്തിച്ചുവല്ലോ, ദൈവവചനം, ദൈവപ്രമാണം ഹല്ലേലൂയ നാം അനുസരിക്കുന്നതിനാൽ വചനം ധ്യാനിക്കുന്നതിനാൽ നാം ശ്രേഷ്ഠ ജാതിയാകുന്നു. മറന്നു പോകരുതേ. ഇന്ന് നാം ചിന്തിച്ചത് നാം എങ്ങനെ ശ്രേഷ്ഠ ജാതിയാകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ ജ്ഞാനത്താൽ, വിവേകത്താൽ. ഹല്ലേലൂയ ദൈവവചനത്തിൽ കൂടെ ജ്ഞാനമുണ്ടാകുന്നു. കർത്താവിനോട് അടുത്തിരിക്കുന്നത് കൊണ്ട് ജ്ഞാനമുണ്ടാകുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജ്ഞാനമുണ്ടാകുന്നു. പിന്നെ കർത്താവിനോട് നാം അടുത്തിരിക്കുമ്പോൾ നാം ശ്രേഷ്ഠ ജാതിയായി മാറുന്നു. പാപമാണ്, അവിശ്വാസമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത്. ആദാമിനെയും ഔവയെയും ദൈവത്തിൽ നിന്നും അകറ്റിയത് അതാണ്. ഹല്ലേലൂയ കർത്താവിനോട് അടുത്തിരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായി ദൈവീക പ്രമാണങ്ങൾ, ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ, തിരുവചനങ്ങൾ, സത്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നാം മുമ്പോട്ട് ജീവിക്കുമ്പോൾ നാം കർത്താവിന്റെ ശ്രേഷ്ഠ ജാതിയായി തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ ശ്രേഷ്ഠ ജാതിയായി തീരുവാൻ കർത്താവ് നമുക്കിടയാക്കിയല്ലോ. കർത്താവിനോട് അടുത്തിരിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.